നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിശാഖം നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവവും ആ നക്ഷത്രക്കാർക്ക് ഈ 2025 എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുമാണ് ഇന്ന് ഇവിടെ പറയുന്നത്. വട്ടക്കിണറ് പോലെ 9 നക്ഷത്രങ്ങൾ ചേർന്നതാണ് വിശാഖം. ഇന്ദ്രാഗ്നികൾ ദേവതകളാണ്. പറിച്ചെടുത്ത ഇലകൾ കൊണ്ട് തോരണം തൂക്കിയ പോലെയാണ് ഈ വിശാഖം നക്ഷത്രത്തിന്റെ ചിഹ്നം. ഈശ്വരഭക്തിയും നീതിബോധവുമുള്ളവരായിരിക്കും. നിശ്ചിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഇവർ കഠിനാധ്വാനം ചെയ്യും. സ്ത്രീകൾ പൊതുവെ ബന്ധുക്കളോട് പ്രിയമുള്ളവരും നല്ല ഭർത്താക്കന്മാരോട് കൂടിയവരുമായിരിക്കും. തീർത്ഥസ്നാനങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും. സന്താനഭാഗ്യവും ധനപുഷ്ടിയും ഉണ്ടാകുമെന്ന് മാത്രമല്ല, വീടിൻ്റെ അഭിമാനം നിലനിർത്തുന്നവരുമാണ്. തുലാരാശിയിലും അതുപോലെ തന്നെ വൃശ്ചിക രാശിയിലുമാണ് ഈ നക്ഷത്രക്കാർ. ആദ്യ 3 പാദം തുലാരാശിയിലും അവസാന പാദം വൃശ്ചിക രാശിയിലുമാണ്. തുലാരാശിക്കാർക്ക് കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയും മകയിരത്തിന്റെ ആദ്യപാദിയും, വൃശ്ചികക്കൂറുകാർക്ക് മകയിരത്തിന്റെ അവസാന പാദം, തിരുവാതിര പുണർദത്തിന്റെ ആദ്യ 3 പാദവും ഇവർക്ക് അത്ര നന്നായിരിക്കുകയില്ല. ഗുരുവായൂരപ്പനെയും അയ്യപ്പസ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. സ്വാതന്ത്ര്യബോധവും ഭരണ സാമർഥ്യമുള്ളവരുമായിരിക്കും ഇവർ. പൊതുജനങ്ങളുമായും അന്യജനങ്ങളുമായും സൗഹൃദത്തിലും സ്നേഹത്തിലും കഴിയുന്നവരായിരിക്കും. തന്മൂലം കുടുംബജനങ്ങളുമായി ചിലപ്പോൾ അകൽച്ചയൊക്കെ വന്നേക്കാം. മാതാവിൽ നിന്നും അകന്നുള്ള ജീവിതമായിരിക്കും സാധാരണ ഇവർക്കുണ്ടാകുക. പിതാവിനെ കുറിച്ച് അഭിമാനം കൊള്ളത്തക്ക പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പൈതൃക സ്വത്ത് ഇവർക്ക് ലഭിക്കും. ചെറുപ്പകാലം മുതൽക്കേ പരിശ്രമശീലം ഇവരിൽ വേരൂന്നിയിരിക്കും. നീതിനിഷ്ഠയും ബുദ്ധിശക്തിയും ആജ്ഞാശക്തിയും ഇവർക്കുണ്ടാകും. തന്മൂലം ഉന്നത സ്ഥാനങ്ങളിൽ ശോഭിക്കും. ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അർപ്പണബോധത്തോടും ആത്മാർത്ഥതയോടും കൂടി ചെയ്യുവാൻ ഇവർ ശ്രമിക്കും. വാക്സാമർത്ഥ്യവും നയപരമായി പെരുമാറാനുള്ള കഴിവും ഇവരിൽ ജന്മസിദ്ധമാണ്. സാധാരണഗതിയിൽ ചിലവ് ചുരുക്കിയുള്ള ജീവിതമായിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു ലഹരികളിൽ താല്പര്യമുണ്ടായാൽ നിയന്ത്രിക്കുക വളരെ പ്രയാസമായിരിക്കും. സ്ത്രീ വിഷയത്തിലും സുഖഭോഗത്തിലും അല്പം ആവേശം കൂടിയിരിക്കും. ദൃഢമായ ഈശ്വരവിശ്വാസം, സ്നേഹം, സത്യധർമാദികളിൽ താല്പര്യം ഒക്കെ ഉണ്ടെങ്കിലും മതപരമായ ചടങ്ങുകളിൽ ഒതുങ്ങുവാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല. സാധാരണ ലുബ്ധന്മാരാണെങ്കിലും ചില അവസരങ്ങളിൽ വാരി വലിച്ച് ചിലവാക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാകാറുണ്ട്. ആരോഗ്യവും ഉറപ്പുള്ള ശരീരവുമായിരിക്കും. ചതുരവടിവിൽ സംസാരിച്ച് മയക്കുന്ന സ്വഭാവമായിരിക്കും. അടുത്തിടപെടുന്നവരോട് ഉള്ളു തുറന്ന് സംസാരിക്കും. സാമ്പത്തിക രംഗം, കലാരംഗം, അഡ്മിനിസ്ട്രേഷൻ, വ്യാപാരം എന്നീ രംഗങ്ങളിൽ വിജയസാധ്യത ഉണ്ട്. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയോടൊപ്പം സന്തോഷം ജീവിക്കുവാനുള്ള യോഗം ഇവരിൽ കാണുന്നു. പതിയുടെ മേൽ വേണ്ടത്ര സ്വാധീനം ഉണ്ടാകും. പരസ്പരം അറിഞ്ഞു പെരുമാറുന്ന സ്വഭാവക്കാരായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വ്യാഴത്തിൽ ജനിച്ചവരാണെങ്കിൽ പോലും അസുരഗണത്തിൽ പെട്ടവരാണ്. ഏത് രംഗത്തും ശോഭിക്കുകയും കുലീനത പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഇവരുടെ ദശാനാഥൻ വ്യാഴം അല്ലെങ്കിൽ ഗുരു. രാശിനാഥൻ തുലാരാശിക്കാർക്ക് ശുക്രൻ, അതായത് മഹാലക്ഷ്മി ഭാവത്തെ അല്ലെങ്കിൽ അന്നപൂർണേശ്വരി ഭാവത്തെയും, വൃശ്ചിക രാശിക്കാർ ഭദ്രകാളിയമ്മയെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഇനി ഈ വർഷം എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് നമുക്ക് നോക്കാം.
കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യതയും ഉണ്ടാകും. ബൃഹത്തായ പദ്ധതി രൂപീകരണത്തിൽ അല്ലെങ്കിൽ പദ്ധതിയുടെ നടത്തിപ്പിൽ ഇവരും പങ്കാളിയാവാനുള്ള സാധ്യതയുണ്ട്. സ്വതസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞാൽ ആശ്വാസമാകും. പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും. അർഹമായ കാര്യങ്ങൾ അനുഭവത്തോടുകൂടി പ്രാബല്യത്തിൽ വന്നു ചേരും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിനാൽ നല്ല ആത്മസംതൃപ്തി ഉണ്ടാകും. പല അനിഷ്ടാവസ്ഥകളും അതിജീവിച്ച് വർഷാന്ത്യത്തിൽ വിജയം നേടുവാൻ കഴിയും. ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശന കർമ്മവും നിർവഹിക്കും. അധികൃതരുടെ പ്രീതി നിമിത്തം സ്ഥാനക്കയറ്റം ഉണ്ടാകും. വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും. വ്യാപാര വ്യവസായ മേഖലകൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി കർമ്മോത്സുകരായവരെ അതിനായി നിയമിക്കും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതുവഴി ഉപരിപഠനത്തിന് ഉള്ള യോഗ്യതയും നേടും. പട്ടണത്തിൽ ഗൃഹം വാങ്ങുന്നതിനുള്ള ശ്രമം നടത്തും. പരിശ്രമ സാഫല്യത്താൽ നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും. ക്രിയാത്മക നടപടികൾക്ക് മേലധികാരിയുടെ ആത്മാർത്ഥമായ അനുമോദനം ലഭിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകൾ തിരിച്ചു ലഭിക്കും. കീഴ്ജീവനക്കാരുടെ പിൻബലത്താൽ പുതിയ കരാർ ജോലിയിൽ ഒപ്പുവയ്ക്കും. സ്വയം ഭരണാധികാരം ലഭിക്കുന്നതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സർവകാര്യങ്ങളിലും ലക്ഷ്യപ്രാപ്തി നേടും. അനാവശ്യമായ ആധി ഒഴിവാക്കണം. ജോലി സംബന്ധമായ യാത്രകൾ ധാരാളം വേണ്ടിവരും. കുടുംബത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ തൽക്കാലം തടസ്സപ്പെടും. ഉപരിപഠനത്തിന് അവസരമുണ്ടാവുമെങ്കിലും പ്രാബല്യത്തിൽ വരുവാൻ അല്പസമയം കാത്തിരിക്കേണ്ടതായി വരും. അഗ്നിഭയത്തിന് സാധ്യതയുണ്ട്. അന്യദേശ യാത്രയ്ക്ക് ശ്രമിച്ചാൽ സാധിക്കുന്ന സമയമാണ്. വിവാഹ നിശ്ചയം നടക്കും. ഗ്രഹനിർമ്മാണ കാര്യങ്ങളിൽ തടസ്സം അനുഭവപ്പെടുമെങ്കിലും ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കും. ഔഷധ വ്യാപാര രംഗത്ത് പുഷ്ടിപ്പെടുവാൻ സാധ്യതയുണ്ട്. വാഹനം, ഗ്രഹോപകരണങ്ങൾ ഇവയും വാങ്ങുവാനുള്ള യോഗം കാണുന്നു. സീരിയൽ, സിനിമ എന്നീ മേഖലയിലുള്ളവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങും. സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുടുംബ വഴക്കുകൾ കാരണം വീട് വിട്ട് താമസിക്കേണ്ടതായും വന്നേക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ആത്മീയ യാത്രകൾ സംഘടിപ്പിക്കുവാനും യോഗം കാണുന്നു. വിദ്യാർത്ഥിനികൾ പ്രേമബന്ധത്തിൽപ്പെട്ട് ദുരിതമനുഭവിക്കുവാനുള്ള യോഗം കാണുന്നു. വിദൂര യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇരുചക്ര വാഹനത്തിൽ നിന്നും അപകടത്തിന് സാധ്യതയുണ്ട്. ശത്രുദോഷ നിമിത്തം ചിത്തപ്പേര് കേൾക്കുവാനും ഇടയുണ്ട്. ശരീരസുഖവും അല്പം കുറഞ്ഞിരിക്കും. ചെറിയ തോതിലുള്ള കുടുംബകലഹം കാരണം മനസുഖം കുറഞ്ഞിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന ക്ഷോഭം നിമിത്തം അപകടങ്ങളും ഉണ്ടാകാം. അപ്പോൾ സ്ത്രീജനങ്ങളുമായി അടുത്തിടപഴകുമ്പോൾ ശ്രദ്ധിക്കണം. അപവാദങ്ങൾ കേൾക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുകയും തറവാട്ട് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും വേണം. മാതാവിന് രോഗം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലം മാറ്റം വരുന്നതോടൊപ്പം ലോൺ കൃത്യമായി അടയ്ക്കാത്തതിനാൽ സർക്കാരിൽ നിന്നും ജപ്തി ഭീഷണി വരെ വന്നേക്കാം. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു അനുഭവമാണ് ഇവർക്കുള്ളത്. തുലാരാശിക്കാർക്ക് വർഷാവസാനം നന്നായിരിക്കും. മെയ് 15 മുതൽ വ്യാഴമാറ്റത്തോടുകൂടി അനുകൂല ഫലങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ വൃശ്ചിക രാശിക്കാർക്ക് മെയ് 15 അല്പം കഷ്ടതകൾ വന്നു ചേരുകയും ചെയ്യും. വ്യാഴപ്രീതി വരുത്തുന്ന പ്രാർത്ഥനകൾ ചെയ്യുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുക. 2 കൂട്ടരും പ്രാർത്ഥനകൾ ഭദ്രകാളി അമ്മയെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുന്നതിലൂടെ കുടുംബദേവതയുടെ അനുഗ്രഹം കൂടി കിട്ടുമ്പോൾ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കാൻ ആവും. എല്ലാ നന്മകളും ഈ വർഷം
വിശാഖം നക്ഷത്രത്തിലുള്ള മുഴുവൻ പേർക്കും ഉണ്ടാകട്ടെ. നല്ല ഒരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.